കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് പ്രചോദനം തരുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. പാറുന്റെ കയ്യിൽ നിന്ന് നമ്പരൊക്കെ മേടിച്ചോണ്ടാ വിശ്വം വീട്ടിലേക്ക് പോന്നേ. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു പാറുവിന്റെ നമ്പരൊക്കെ വാങ്ങിക്കണം എന്നുള്ളത്. പാറുവിന്റെ വിശ്വത്തിന് നല്ല ഇഷ്ടമാണ് താനും. പക്ഷെ തുറന്നു പറയാനൊരു മടി. പാറുവിനെ കണ്ടു കഴിയുമ്പോൾ ഇഷ്ടമാണെന്നെങ്ങാനും പറഞ്ഞ പാറുവിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? പോരാത്തതിന് പല്ലവി ചേച്ചി എന്തിനാ ചേട്ടൻ നമ്മളെ പ്രശ്നത്തിനടയ്ക്കുക. ഇനിയിപ്പോ താൻ ഇഷ്ടമാണെന്നും കൂടെ പറഞ്ഞു ചെന്നിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തൊരു തീരുമാനമാണെന്നറിയാം. അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും വിശ്വം പറയാൻ പോയില്ല. എന്നാലും നമ്പർ കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. ഇനി ഇടയ്ക്ക് വിളിക്കാം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് വിശ്വം പോകുന്നത്. പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ സേതു ശ്രീഹരിയുടെ മിത്രന്റെ ഒക്കെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ ശ്രീഹരി ചോദിച്ചു, എന്തായിരുന്നു സേതു ഏട്ടാ ഇന്നലെന്ന് ചോദിക്കാം. എന്ത്? അല്ല ഇന്നലെ എന്തോ വലിയ സ്വപ്നമൊക്കെ കണ്ടെന്ന് അറിഞ്ഞല്ലോ. ഓ അതാണ് ആ കാര്യം. അതൊന്നും ഇല്ലാന്ന് പറയണം. വേണ്ട വേണ്ട വെറുതെ പറയണ്ടെന്ന് പറയണം. അപ്പോഴേക്കും മിത്രേട്ടൻ മുന്നോട്ട്, എന്താണ് സേതു നീ എന്താ സ്വപ്നം കണ്ടേന്ന് ചോദിക്കും. എന്റെ പൊന്നു മിത്രേട്ട അപ്പൊ അത് സ്വപ്നം കണ്ടേന്ന് പറയണം. ആഹാ അപ്പൊ പല്ലവിയായിട്ടുള്ള കല്യാണമായിരിക്കും കണ്ടല്ലേന്ന് ചോദിക്കണം. അല്ല അതെങ്ങനെ മിത്രേട്ടൻ മനസ്സിലായി? നീ അല്ലേ കണ്ടയാള്, അപ്പൊ പിന്നെ നമുക്ക് അറിയാൻ പാടില്ലേ എന്താ കണ്ടേന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യമൊന്നും ഇല്ലോന്ന് പറയാം. അത് കേട്ട ശ്രീഹരി പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. എടാ ശ്രീഹരി നീ എല്ലായിടം മിത്രേട്ടനോട് പറഞ്ഞേന്ന് ചോദിക്കാം. പിന്നെ ഞാനോ? ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് പറയണം. അതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യമൊക്കെ വല്ല തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയാം. ഇത് കേട്ടതും സേതു പറഞ്ഞു, അതെ കല്യാണക്കാരിയൊക്കെ ഇനിയിപ്പം നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. അതൊക്കെ പൂർണ്ണാമ എന്തൊക്കെ സംസാരിച്ചോളൂ എന്ന് പറയണം. പൂർണ്ണാമയോ? അതെ അച്ഛനോട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പല്ലവിയോട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ അതിനൊരു തീരുമാനമായെന്ന് പറയണം. കോൾ അടിച്ചല്ലോടാന്ന് പറയണം. പക്ഷെ പല്ലവിയുടെ പ്രതികരണം എങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം. അതെന്താ? പല്ലവിയുടെ മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ടോന്ന് അറിയില്ലല്ലോ, അതാന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, പല്ലവിക്ക് എന്താണല്ലോ നിന്നെ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ലോ എന്ന് പറയണം. പിന്നീട് അവൻ പറഞ്ഞു, അതെ ഇനിയിപ്പം അച്ഛൻ്റെ കല്യാണം അടുത്ത് വരവല്ലേ, അപ്പൊ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ബാക്കിയും കൂടെ നോക്കണം എന്ന് പറയാം. പന്തലിന്റെ കാര്യം പിന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തോളാന്ന് മിത്രേട്ടൻ പറയാം. പന്തലിന്റെ കാര്യമല്ല, അത് മാത്രമല്ല വേറെ ഓഡിറ്റോറിയം കാര്യങ്ങളും അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പൊ അത് എവിടെ വെച്ച് കല്യാണം നടത്തണമെന്നും അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒരു തീരുമാനം ആക്കേണ്ടതുണ്ടെന്ന് പറയണം. ആഹാ അത് കൊള്ളാലോ, അപ്പൊ അത്രത്തോളം വരെ എത്തിയ നീ കാര്യങ്ങളെന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ വലിയേട്ടനല്ലേ, ഞാൻ വേണ്ടേ മുൻപ് ഇന്ന് കാര്യങ്ങളൊക്കെ നടത്താനെന്ന് ചോദിക്കും. ആണോ? അതെ എന്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ടെന്ന് സേതു പറയണം. എന്ത് പ്ലാനിങ്? അതൊക്കെ ഉണ്ട് ഗംഭീരമായിട്ട്. കാരണം ഇത്രയും നാളും ഋതുവൊക്കെ എന്നെ കുറിച്ചൊരു പുച്ഛഭാവത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടായിരിക്കണം കല്യാണം നടത്തുന്നതെന്ന് പറയണം. അത് കൊള്ളാം. ആ പെമ്പിള്ളേരില്ലേ, അവര് ഞെട്ടുമെന്ന് തോന്നില്ല. പക്ഷെ എങ്കിൽ അവൾമാർ എന്തെങ്കിലും കുരുട്ടുതരം കാണിക്കത്തോളെന്ന് ശ്രീഹരി ആടി പറയാം. അങ്ങനെയൊന്നും ഇല്ലടാന്ന് പറയണം. അച്ഛൻ്റെ കല്യാണമല്ലേ, കണ്ടറിയാന്നൊക്കെ പറയണം. പിന്നീട് കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് സേതു പോകുന്നത്. പിന്നീട് പാറു വീട്ടിലേക്ക് വരുവാണ്. പാറു വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഒരു മിസ് കോൾ വന്നു. അപ്പൊ നോക്കിയപ്പോഴത്തേനും ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു മിസ് കോൾ. ഇത് ആരായിരിക്കും പോലും വിളിച്ചേ. അങ്ങനെ ട്രൂ കോൾ എടുത്ത് നോക്കുമ്പോഴാണ് വിശ്വത്തിന്റെ നമ്പർ. ഓഹോ വിശ്വമാണ് വിളിച്ചിരിക്കുന്നത്. താൻ വിശ്വത്തിന്റെ നമ്പർ മേടിച്ചിട്ടില്ല. വീണ്ടും ഒന്നുകൂടെ ബെല്ല് വരുവാണ്. അപ്പൊ പാറു രണ്ടും കൽപ്പിച്ച് കോൾ എടുത്തു. എന്താ കാര്യം എന്ന് ചോദിക്കാണ്. അല്ല ആരാന്ന് മനസ്സിലായോ? അതൊക്കെ ഞാൻ ട്രൂ കോളർ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായെന്ന് പറയാം. അല്ല എന്താ വിളിച്ചേ? ഞാൻ ചുമ്മാ വിളിച്ചാ, നമ്പർ കിട്ടിയിട്ടൊന്നും വിളിച്ചില്ലോ, അതുകൊണ്ട് വിളിച്ചാന്ന് പറയണം. അതെ ഈ ചുമ്മാതെയുള്ള വിളി വേണ്ട, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി എന്ന് പറയണം. അതെന്താ അങ്ങനെ? അങ്ങനെ ചുമ്മാ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല ജോലിക്കൊക്കെ പോയിട്ട് വന്നോന്നറിയാൻ വേണ്ടി വിളിച്ചാ? ഓ അതറിയാൻ വേണ്ടി വിളിച്ചാണോ? അതറിയാൻ വേണ്ടി ഇങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ജോലിക്ക് പോയിട്ട് ഞാൻ വീട്ടിലേക്ക് തന്നെയാ വരുന്നതെന്ന് പാറു പറയണം. പാറുവിന് ഒരുതരം കലിപ്പ് മൂടാന്ന്. അപ്പം വിശ്വം പറഞ്ഞു, ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് ചോദിക്കാം. ശരി അന്നാ ഞാൻ വെച്ചേക്കുവാന്ന് പറയണം. അങ്ങനെ വിശ്വം കോള് കട്ട് ചെയ്യാം. ഈ സമയത്ത് പാറു ഓർത്തു, അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ഒരു പക്ഷേങ്കിൽ ആ ഇന്ദ്രന്റെ സ്വഭാവമൊന്നുമല്ല, രാജലക്ഷ്മിയുടെ സ്വഭാവമല്ല. ആ വീട്ടിൽ ഇച്ചിരി മനുഷ്യപ്പെട്ടുള്ള വിശ്വാട്ടനാണ്. പല്ലവി ചേച്ചിയാണേലും തന്നോടാണെങ്കിലും നല്ല സോഫ്റ്റ് ആയ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ താൻ ഇത്ര റൂഡായിട്ട് പെരുമാറുണ്ടായിരുന്നു. സാരമില്ല ഇനി എപ്പോഴെങ്കിലും വിളിക്കാം എന്നുള്ള ചിന്തയില് ഫോൺ വെക്കുവാണ്. ഈ സമയത്താണ് പല്ലവിയുടെ കോള് പാറുവിന് വരുന്നത്. പാറു ചെന്തയച്ചി എന്താ വിളിച്ചതെന്ന് ചോദിക്കണം. അതെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയാം. എന്ത് കാര്യങ്ങള്? അതെ നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കും. ഇല്ല ആരുമില്ല, ഞാൻ തനിച്ചാന്ന് പറയണം. എങ്കിലേ അതെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവിടുത്തെ അച്ഛന്റെ മരണത്തെക്കുറിച്ചൊക്കെ, ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ? ചേച്ചി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കില് എനിക്ക് എന്തൊക്കെയോ ആ പ്രതാപനെ അത്ര അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാന് പ്രതാപനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അയാൾക്ക് മുമ്പെങ്ങും ഇല്ലാത്തൊരു വെപ്രാളം വിഷമമൊക്കെ കാണുന്നുണ്ടെന്ന് പറയണം.
അതെന്താ വെച്ചാൽ അങ്ങനെ അതെന്താന്ന് അറിയത്തില്ല. ഇതിന്റെ പിന്നിൽ എന്തോ രഹസ്യം ഉണ്ടെന്ന് തോന്നുന്നു പാറു. പക്ഷെ എനിക്കിത് സേതുവേട്ടനോടോ ഈ വീട്ടിൽ ആരോടും പറയാൻ പറ്റില്ല. പൂർണിമയോട് ഒട്ടും പറയാൻ പറ്റില്ല. കാരണം പൂർണിമയുടെ ആംഗ്ലയല്ലേ. അപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പൂർണിമയ്ക്ക് വിഷമാവില്ലേ? അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇത് കേട്ടതും പാറു ചോദിച്ചു, അല്ല ചേച്ചിക്ക് സംശയം തോന്നാൻ കാരണം എന്താ? എനിക്കെന്തോ എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു. പോരാത്തന്നെ ആ പ്രതാപന്റെ ഒരു മുഖത്തെ ആ ഭാവഭേദങ്ങളൊക്കെ കണ്ടപ്പോ തന്നെ മനസ്സിലാവും എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്ന പോലെ. എന്തായാലും ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അല്ല ചേച്ചി എന്ത് ചെയ്യാൻ പോവാ? എനിക്ക് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതെങ്ങനെ എങ്ങനെ അന്വേഷിക്കാനായിട്ടാ? ഒരു പക്ഷേങ്കില് ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുവാണ് ചിലപ്പോൾ അന്വേഷിക്കാനായിട്ട് പറ്റും. അതെങ്ങനെ ചേച്ചി? അങ്ങനെയൊക്കെ ചെന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന കാര്യങ്ങളാണോ അത്? അതൊന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നല്ലോ. ഒരു പക്ഷേങ്കില് ആ പ്രതാപന് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അയാൾ വഴിയോ ഇത് എങ്ങനെയാലും കിട്ടത്തുള്ളൂ എന്ന് പറയാം. പക്ഷെ അയാൾ ഈ കാര്യങ്ങൾ അയാളെ ചെയ്തെങ്കിൽ അയാൾ ഒരിക്കലെങ്കിലും പുറത്ത് പറയുമെന്ന് ചോദിക്കാം. അത് കിടം പല്ലവിന് അത് ശരിയാ. പക്ഷെ സേതുവേടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവേടൻ പിന്നെ അതിന്റെ പേര് പ്രശ്നം ഉണ്ടാക്കും. അതൊട്ടും നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് സേതുവേടന്റെ അടുത്ത് ഈ കാര്യം പറയാൻ പോലും പറ്റില്ല എന്ന് പറയണം. ഇതേടം പാറു പറഞ്ഞു, ചേച്ചി വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്താണല്ലോ അച്ഛൻ്റെ കല്യാണം അല്ലേ? അച്ഛൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാന്ന് പറയാണ്. അതിനെക്കുറിച്ച് പിന്നെ അന്വേഷിച്ചാൽ പോരേന്ന് ചോദിക്കുക. അത് ശരിയാന്ന് പറയാണ്. പിന്നീട് പല്ലവിയുടെ ഫോണിലേക്ക് സേതുവിന്റെ കോള് വരുവാണ്. പല്ലവി വിളിച്ചു, പല്ലവി ഫ്രീ ആണെന്ന് നിൽക്കുക. എന്താ? അതെ, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും പല്ലവി വെച്ച് എങ്ങോട്ടാ പോണേ? അതൊക്കെ ഉണ്ട്, കാര്യം പറ സേതുവേട്ടാ. അതെന്താ എന്റെ കൂടെ വരാൻ മടിയാണെന്ന് നിൽക്കും. എനിക്കെന്തിനാ മടി? എനിക്ക് മടിയൊന്നുമില്ല സേതുവേട്ടൻ്റെ കൂടെ വരാനായിട്ട്. എവിടെ വേണം ഞാൻ വരാമെന്ന് പറയണം. എന്നാ ശരി, റെഡി ആയിട്ട് നിന്നോ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാമെന്ന് പറയണം. അങ്ങനെ പല്ലവി റെഡി ആയിട്ട് നിൽക്കുക. ഈ സമയം പൂർണ്ണിമ വന്നിട്ട് ചോദിച്ചു, അല്ല മോളിതെങ്ങോട്ടാ റെഡി ആയിട്ട്? അതെ, പുറത്തു വരെ പോണം. സേതുവേട്ടൻ ഉണ്ടെന്ന് പറയണേ. എവിടെയോ പോണെന്ന് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം. ആണോ? എന്നാ ശരി, മോള് പോയിട്ട് വരാനൊക്കെ പറയണം. അങ്ങനെ സേതു വന്നു. പല്ലവി കാറെ കയറി അങ്ങോട്ട് പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് സേതുവിനോട് ചോദിച്ചു, അല്ല സേതുവേട്ടാ, നമ്മളിത് എങ്ങോട്ടാ പോണേ? ശ്രീഹരിയുടെ അതോ ഇനിയിപ്പം മിത്രേന്റെ അടുത്തേക്കാണോ? സാധാരണഗതിയിൽ അവരെല്ലാരും കൂടെ കൂടുന്ന സമയത്ത് പല്ലവിനെ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. അങ്ങോട്ടൊന്നും അല്ലെന്ന് പറയണം. പിന്നെ എങ്ങോട്ടാ? അത് പിന്നെ അത് ഞാൻ പറയാം, നീ ഒന്ന് സമാധാനപ്പെടാൻ പറയണം. അങ്ങനെ ഒരു റിസോർട്ടിന്റെ അങ്ങോട്ട് വണ്ടിയിൽ നിൽക്കുകയാണ്. ഇതെന്താ ഇങ്ങോട്ട് വന്നേക്കുന്നേ? അതൊക്കെ ഞാൻ പറയാം, നീ ഇറങ്ങാൻ പറയാണ്. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങുവാണ് രണ്ടുപേരും കൂടെ. പല്ലവി അവിടെ എല്ലാം ചുറ്റും നോക്കുകയാണ്. പല്ലവിക്ക് ഒന്നും കൂടെ മനസ്സിലായില്ല. എന്താ സേതുവേട്ടാ? അതെ, അച്ഛൻ്റെ കല്യാണം അല്ലേ വരാൻ പോന്നേ. ദേ ഉടനെ തന്നെ അച്ഛൻ്റെ കല്യാണം ഉണ്ടാവും. അച്ഛൻ്റെ കല്യാണം നമ്മൾ ഇവിടെ വെച്ചാ നടത്താൻ പോണേന്ന് പറയണം. ഇവിടെ വെച്ചോ? അതെ. എന്താ ഇവിടെ വെച്ച് നടത്താൻ പാടില്ലെന്ന് നിൽക്കും. അല്ല അത് പിന്നെ ഞാന് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നിൽക്കുന്ന സമയത്താണ് അവിടെ ചെടി നനച്ചുകൊണ്ട് ആൾ നിൽക്കുന്നുണ്ട്. കുറെ മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വെളുത്തൊരു പുള്ളിയാണ്. ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ചെടി നനച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് ആ ഓസം കൂടെ മാറ്റി കഴിയുമ്പോഴത്തേനും സേതുവിന്റെ പല്ലവിയുടെ മേത്തേക്ക് വെള്ളം വീഴുകയാണ്. പെട്ടെന്ന് പല്ലവി അങ്ങോട്ട് നീങ്ങി. അയാളെ കണ്ടാൽ തന്നെ എന്തോ ഒരു പന്തികേട് പോലെ പല്ലവിക്ക് തോന്നി. ഇതെന്താ സേതുവേട്ട ഇങ്ങനെ? കണ്ടിട്ടുണ്ട് ഒരു പെണ്ണ് നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ ബാക്കി തിരിഞ്ഞു നിന്നിട്ടുണ്ടെങ്കിലോ. കാരണം അത്രയ്ക്കും മുടിയുണ്ട്. മുടിയൊക്കെ നീട്ടി വളർത്തിയ അതിവിടുത്തെ ജോലിക്കാരനല്ലേ. ഓരോ സ്ഥലത്ത് ഓരോരുത്തർക്ക് ഓരോ ഇതല്ലേ, അവരുടെ ഇഷ്ടങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ്. പല്ലവിക്ക് എങ്ങനെയുണ്ട്? ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. ഇഷ്ടപ്പെട്ടു. ഇവിടെ വെച്ച് നമുക്ക് നടത്താം. ഒത്തിരി വലിയ രീതിയിൽ നടത്തണ്ടെന്നാ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ വെച്ച് നടത്തുവാണെങ്കിൽ നമുക്ക് ഗംഭീരമായിട്ട് അത് നടത്താന്ന് പറയണം. അത് ശരിയാ. പിന്നീട് വാ, നമുക്ക് ഇവിടെ കാണണ്ടേ, ഇതിനകം കാണണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിനെയും വിളിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് കറണ്ട് അങ്ങോട്ട് പോയി. കറണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് വല്ലാത്തൊരു വെപ്രാളെ. പല്ലവി ചോദിച്ചു, സേതുവേട്ട കറണ്ട് ഇല്ലല്ലോ എന്ന് പറയണം. അതെന്തിനാ പല്ലവി ഓർത്ത് വിഷമിക്കുന്നത്? പല്ലവി വിഷമിക്കൊന്നും വരാൻ പറയണ. അങ്ങനെ അവർ അങ്ങോട്ട് പോയിട്ട് ഒരു മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. എങ്ങനെയുണ്ട് ഈ മുറി? കൊള്ളാന്ന് പറയണം. അതെ, ഈ മുറിയാ നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്ന ഈ മുറിയാന്ന് പറയണം. ഇത് കേട്ടൻ പല്ലവി വെച്ചു, സേതുവേട്ടൻ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കണം. പെട്ടെന്ന് സേതു പല്ലവിയുടെ അടുത്തേക്കില്ലോ. പല്ലവി പെട്ടെന്ന്, സേതുവേട്ടൻ എന്താ ഇങ്ങനെ? മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ, പെട്ടെന്ന് ഇങ്ങനെ എന്താ? പല്ലവിക്ക് വല്ലാത്തൊരു ടെൻഷനൊക്കെ വരുവാണ്. എന്തോ ഒരു വെപ്രാളമൊക്കെ. സേതുവേട്ടൻ എന്താ ഇങ്ങനെ പെരുമാറുന്നെന്ന് ചോദിക്കും. ഞാൻ മുമ്പ് കണ്ട ആളെ അല്ലല്ലോ എന്ന് പറയണം. പക്ഷെങ്കില് പല്ലവിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി സേതു ചെയ്തതായിരിക്കണോ അത്? പക്ഷേ പല്ലവി അല്ലാതെ പേടിച്ചു പോയി. കാരണം ഒറ്റയ്ക്കൊരു മുറിയിൽ താൻ സേതുവേട്ടൻ മാത്രം, കറണ്ടുമില്ല. മൊബൈലിൽ തെളിച്ച് സേതുവിന്റെ മുഖത്തേക്ക് നോക്കിയാണ് പല്ലവി ഇതൊക്കെ ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും പല്ലവിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.